തങ്ങളും സ്വഹാബത്തും ഒരിക്കങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കരുത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിനടിക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, കുടുംബബന്ധം ഇല്ലാതാക്കിയ അല്ലെങ്കിൽ കുടുംബബന്ധത്തിൽ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് എണീറ്റ് പോകണം. സഹാബികളെ നേരെ ചൂണ്ടിക്കാണ്ട് കുടുംബബന്ധത്തിൽ വല്ല വിള്ളലുമുള്ള അല്ലെങ്കിൽ കുടുംബബന്ധം വിച്ഛേദിക്കപ്പെട്ട, കുടുംബബന്ധം തകർന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകണം. അതിലൊരു സഹാബി എണിച്ചാണ്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ആ സഹാബി തിരിച്ചു വന്നു. അപ്പോ നിങ്ങൾ എന്തേ വന്ന് പെട്ടെന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ഞാൻ എന്റെ എളാമാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഞാൻ അപ്പൊ പറഞ്ഞു തീർത്ത് ഓലെക്കൊണ്ട് പൊരുത്തപ്പെടിച്ച് ഇങ്ങോട്ട് വരികയാണ് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാൻ കാരണം കുടുംബബന്ധം വിച്ഛേദിക്കുന്ന, കുടുംബബന്ധം ഇല്ലാതാക്കുന്ന ഒരാള് ഒരു സദസ്സിലുണ്ടെങ്കിൽ അള്ളാന്റെ റഹ്മത്ത് ആ സദസ്സിലേക്ക് ഇറങ്ങില്ല. അതുകൊണ്ടാണ് ഞാൻ പോകാൻ പറഞ്ഞത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ഒരാൾ പെരിയിലുണ്ടെങ്കിൽ ആ പെരിക്ക് റഹ്മത്ത് ഇറങ്ങൂല, ഒരു സദസ്സിലുണ്ടെങ്കിൽ റഹ്മത്ത് ഇറങ്ങൂല, ഒരു ബിസിനസ്സിൽ പാർട്ണർ ആണെങ്കിൽ ആ ബിസിനസ്സിക്ക് ബർക്കത്ത് ഇറങ്ങൂല, ഒരു വാഹനത്തിൽ കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ആളുണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. ഇതൊക്കെ ഈ ഹദീസിന് പിടിക്കപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുക. ഇത് ദുൽഹിജ്ജയാണ്.